ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇത് ഓൾ ഇന്ത്യ ട്രിപ്പിൻ്റെ വീഡിയോസാണ്. ബാക്കി 2 വീഡിയോസ് ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടോളൂ. ജയ്പൂർ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ജയ്പൂർ ഹോസ്റ്റലേഴ്സിലാണ്. ഞാനിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്, അടിപൊളി സ്റ്റേ ആണ്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സിലേക്ക് ഇവിടുന്ന് കിട്ടും. ഞാൻ പറയാൻ വന്നൊരു കാര്യം വേറൊന്നുമല്ല. നമ്മുടെ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജയ്പൂർ വന്നിട്ട് 2 റൂട്ട് എടുക്കാം. അതായത് ജയ്പൂരിൽ നിന്ന് ഡൽഹി വഴി, ഡൽഹിയിൽ നിന്ന് നേരെ ചണ്ഡീഗഡ്, ചണ്ഡീഗഡിൽ നിന്ന് മണാലി, കുളു, അങ്ങനെ നമുക്ക് മേളിലോട്ട് കയറാം, ലേയിലോട്ട് പോവാം. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ്പൂരിൽ നിന്ന് നമ്മൾ അമൃത്സർ, പഞ്ചാബിൽ നിന്ന് നേരെ ശ്രീനഗർ, കാർഗിൽ, ലേന്ന് പിന്നെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. ഇങ്ങനെ 2 റൂട്ടാണ് നമുക്ക് ലേന്ന് മണാലിയിലേക്കും മണാലിയിൽ ലേയിലേക്കുള്ളത്. നമ്മൾ പോകുന്നത് ഇവിടുന്ന് അമൃത്സറാണ്. പക്ഷെ അമൃത്സറിൽ നിന്ന് ഓടിയെത്തുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടുന്ന് ഒരു 650 കിലോമീറ്റേഴ്സ് ഉണ്ട്. സോ നമ്മൾ ഹരിയാനയിൽ ചെന്നിട്ട് ഹരിയാന സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് പഞ്ചാബിലോട്ട് കയറാൻ വേണ്ടി പോകുന്നത്, അമൃത്സറിലോട്ട്. അമൃത്സറിൽ നിന്ന് പിന്നെ നമ്മൾ നാളെ ശ്രീനഗർ, ലേ, അങ്ങനെ നമ്മൾ കയറും. ഓൾമോസ്റ്റ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താറായി. സോ ഇനിയുള്ള വീഡിയോസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. കാരണം ഇനിയാണ് ഒരു എന്താ പറയുക, വീഡിയോസിൻ്റെ ഭംഗി കൂടാൻ വേണ്ടി പോകുന്നത്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ അത് ജയ്പൂരിൽ നിന്ന് ഇറങ്ങി, നമ്മുടെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. 6 o'clock അലാറം വെച്ചു. എന്നിട്ട് ഒരു 10 മിനിറ്റ് കിടക്കാമെന്ന് വെച്ചിട്ട് കിടന്നാണ്. എഴുന്നേറ്റ് ഒരു 7:30 ആയി. അലാറം ഞാൻ അധികം വെച്ചില്ല. അങ്ങനെ രാവിലെ ചെറിയ കിട്ടി. ഒരു 1.5 hours അങ്ങനെ ഇറങ്ങി പോയി. കുഴപ്പമില്ല. നമ്മളിപ്പോൾ 11 hours നോക്കിയിട്ട് അമൃത്സറാണ് ഇപ്പോൾ മാപ്പ് ഇട്ടേക്കുന്നത്. നമുക്കറിയില്ല ഓടിയെത്തുന്നുള്ളത്. ഓടിയെത്തും, നമ്മൾ ഇരുന്ന് എടുത്താൽ മതി. പക്ഷെ നമ്മുടെ റോഡിൻ്റെ കണ്ടീഷനും ചൂടിൻ്റെ കണ്ടീഷനും വെച്ചിട്ട് നമുക്ക് തെളിക്കാൻ പറ്റില്ല, ഓടിക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം രാജസ്ഥാൻ ഒരു രക്ഷയില്ല ചൂട് എന്ന് പറഞ്ഞത്. അന്യായ ചൂടാണ്. 47 ഞാനിവിടെ 45 ഞാനിവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വണ്ടിയിൽ വെച്ചേക്കുന്ന അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ടെമ്പറേച്ചർ അറിയുന്നത് അത് 45 റിപ്പോർട്ടുണ്ടായി. അപ്പോൾ നമുക്ക് ചൂട് കൂടിക്കഴിഞ്ഞാൽ ഓടിക്കാൻ ഒട്ടും പറ്റില്ല. കയ്യിൽ താൻ ഇപ്പോഴും പോയിട്ടില്ല. ഒരു ബ്ലാക്ക് കളർ ഇപ്പോഴും നടന്നിട്ടുണ്ട്. ഞാൻ അതിനൊരു സൺസ്ക്രീനൊക്കെ മേടിച്ച് അലട്ടിട്ടാണ് ഞാനിപ്പോൾ ഓടിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും തോന്നുന്ന വരെ പോട്ടെ, നമുക്ക് നോക്കാം മാക്സിമം. പഴയ ടൈപ്പ് ഓട്ടോറിക്ഷ കണ്ടോ, എന്താ അല്ലേ ഈ ടൈപ്പ് ഇപ്പോഴും നന്നാലേ ബാക്കിലൊക്കെ ഇരുന്നത്. അതാണ് ഇതൊക്കെ പ്രത്യേകത. ഇത് ഏതോ ഒരു ജംഗ്ഷനാണ് കേട്ടോ. ഫ്രണ്ടിൽ കണ്ടോ. എങ്ങോട്ട് കഴിഞ്ഞാൽ ആ ഓട്ടോറിക്ഷ മാത്രം കിട്ടാം. ഇത് വേറെ വെറൈറ്റി ബ്ലൂ കളറാണ്. ബാക്കിൽ സെൻട്രൽ എല്ലായിടത്തും ഇരുന്നതാണ്. ഇവിടുത്തേക്ക് മെയിൻ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ ഓട്ടോറിക്ഷകളാണ്. ഞാൻ നോർത്തിലോട്ട് കയറിയിട്ട് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത് ഷെയർ ഓട്ടോകളാണ് കേട്ടോ. ബസ്സുകൾ ഭയങ്കര കുറവാണ്. മോനെ കണ്ട് ചാടാനല്ലേ.
शेयर ही कर दे भाई बढ़िया ले रहे यार तू ब्लॉगर है भाई എന്റെ മോനെ കണ്ടിട്ട് ചാടാൻ അത്രയും ചൂടുണ്ട് സമയത്ത്. कौन सा चैनल है तेरा चैनल बता मित्रा കട്ട് ഓഫ് വ്ലോഗ്സ്. हाँ കട്ട് ഓഫ് വ്ലോഗ്സ്. कट ऑफ व्लॉग्स യെസ് യെസ്. अब लाइव है ലൈവ് नहीं है. अब नहीं है लाइव चलो ये केड़े आगे भाई केड़े का शाम को केड़े ये वीडियो ये लाइव को नहीं No 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 sharing this video. नहीं करो शेयर कोई दिक्कत नहीं है अभी नहीं. नो प्रॉब्लम ठीक है भाई धन्यवाद तेरा कोई साफ पानी तेरी ठंडा कोल्ड ड्रिंक पिएगा टी कोल्ड ड्रिंक कुछ No बाबू. ठीक है ब्रो ओके. वो कैमरा खींच के ठीक है. ठीक है ब्रो കൃഷിക്കുള്ള വെള്ളമാണെന്ന് തോന്നുന്നു. എനിക്ക് സത്യം പറയാം ഒരു 100-200% ഞാൻ വല്ല കാറിലൊക്കെ വന്നു വെച്ചെങ്കിൽ ഞാനെടുത്ത് ചാടിയത്. കാരണം ഡ്രസ്സ് വരാൻ സമയമുണ്ടാവും, കുഴപ്പമില്ല, വണ്ടിക്കകത്തെല്ലാം മാറാം. ഈ കാറിൻ്റെ അകത്ത് തന്നെ ഷോർട്സ് ഇട്ട് ഓടിച്ചാൽ കുഴപ്പമില്ല, ഒരു ടൗണിൽ ഇട്ടിട്ടാണെങ്കിൽ ഓടിക്കാം. പക്ഷെ ബൈക്കിലാകുമ്പോൾ നടക്കില്ല. ഈ ജാക്കറ്റ് ഇതെല്ലാം ഊരി പിടിച്ച് വേണം അതിൻ്റെ ഒക്കെ ചാടാൻ. നമുക്ക് പറ്റുകയാണെങ്കിൽ വൈകുന്നേരം 50 കിലോമീറ്റർ റോഡ് മോശമാണ്, അതാണ് എനിക്കൊരു വരാനൊരു മടി. അല്ലെങ്കിൽ ഞാൻ നല്ല ചാടും. ഈ റൂമിൽ ചെന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് നോക്കിയിട്ട് മനസ്സിൽ പിന്നെ ചാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാനൊന്ന് ചാടിയിട്ട് വിടാം. ഇതാണ്ട നമ്മുടെ ഹോട്ടല് ലയൺസ് ലോഞ്ച്. ഗൂഗിൾ മാപ്പ് വഴി കാണിച്ച് ബാക്കി കൂടെയാണ്. എന്നിട്ട് അതിൽ കൂടെ കാട്ടി കൂടെ കയറി ഇവിടെ നിന്ന് ചാടിച്ച് അഡ്വഞ്ചറാണല്ല, അലാസ്കയല്ല, പറയേണ്ട കാര്യമുണ്ടോ? അഡ്വഞ്ചർ ഇരിക്കട്ടെ. നമുക്ക് ചെക്കിങ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. ഞാനിന്നൊരു ഗസ്റ്റിനെ പരിചയപ്പെടുത്താം. വെറും ഗസ്റ്റ് അല്ല, ഹി ഈസ് ദ ഓണർ ഓഫ് ദിസ് ബിൽഡിംഗ്, വിക്രം സിംഗ്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ കുറച്ച് ലേറ്റായി പരിചയപ്പെടാനായിട്ട്. ഞങ്ങൾ ഇപ്പോഴാണ് ജസ്റ്റ് മീറ്റ് ചെയ്തത്. യു ആർ ഫ്രം ഹിയർ ഓൺലി? I'm from here. Local. Yes, I served in Thrissur for 2 year and 6 months in Border Security Force. പുള്ളി ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ 2 വർഷം 2 and 6 months. 6 months 2.5 വർഷത്തോളം ഈ പുള്ളി നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, തൃശ്ശൂരിലായിരുന്നു. ഒരു തൃശ്ശൂർകാരനോടെയാണ്. അതുകൊണ്ട് മലയാളി ആയതിൻ്റെ പേരിൽ എനിക്ക് കുറച്ച് ഫ്ലേവർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ പുറത്തുനിന്ന് അലോഡല്ല, പക്ഷേ നമ്മളൊരു മലയാളി ആയതിൻ്റെ പേരിൽ പുള്ളി നമുക്ക് ഫുഡൊക്കെ ചെയ്തു തന്നിട്ടുണ്ട് ഇവിടെ. താങ്ക് യു വിക്രംജി ഫോർ യുവർ ഹോസ്പിറ്റാലിറ്റി ആൻഡ് യുവർ സർവീസ്. വെൽക്കം ടു ഹരിയാന. നമ്മളിപ്പോൾ ഉള്ളത് ഹരിയാനയിലാണ്. നമ്മൾ ഇന്നലെ ഉച്ച കഴിഞ്ഞൊരു 5 മണിയായപ്പോഴേക്കും ഹരിയാനയ്ക്ക് റൂമിൽ കയറി ഹരിയാനയിലെ ഉൾക്കാഴ്ചകളാണ് ഈ കാണുന്നത്. നമ്മൾ ഏതൊക്കെയോ ഗ്രാമങ്ങളുടെ ഒത്തുകൂടിയാണ് വന്നത്. ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ സെക്കൻഡ് ടൈമാണ് ഞാനിപ്പോൾ പറഞ്ഞത് പുള്ളിയോട്. ഇത് നമ്മുടെ ലൈമാണെന്ന് തോന്നണം, പക്ഷെ ലൈമിൻ്റെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ. കാണുമ്പോൾ ലൈമായിട്ട് തോന്നും, പക്ഷെ ലൈമല്ല, അത് വേറെ എന്തോ ആണ്. അത് പുള്ളി പൊട്ടിച്ച് ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ നാരങ്ങ ഇടും. നാരങ്ങ പിഴിഞ്ഞ് കഴിക്കും. അയാൾ നോ പൗഡർ. ആ പൗഡർ അതെന്തോ എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പൗഡർ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ്. നാരങ്ങ കഴിഞ്ഞു, നമുക്കിനി തരും. നല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ആ പൗഡർ കൂടി ടൈമിൽ ചിലപ്പോൾ വേറെ ടേസ്റ്റ് ആവും എനിക്ക്. അതുകൊണ്ട്
ഒരു ഈ കരിമ്പിൻ ജ്യൂസിൻ്റെ കൂടെ ഈ പൗഡർ ഇടും, ഇതിൻ്റെ കൂടെ പൗഡർ ഇടും. എല്ലായിടത്തും ഞാൻ കണ്ടേക്കണം ഈ പൗഡർ ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല. ഏക്കാ നമുക്ക് ഏക്കാ അതന്നെ. ഓക്കെ, ഉപ്പാണെന്നാ പറയണത്. ഓക്കെ ഉപ്പാണെന്നാ കേട്ടോ പറഞ്ഞത്. നോക്കാം. ഹലോ, ഹരിയാനക്കാരണ്ട. നമ്മൾ ഡ്രിങ്ക് എത്തിയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്. നമുക്കത് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ അടിക്കാട്ടാ ബാബാടെ കൂടെ. ഇത് ഭയങ്കര ഫ്രണ്ട്ലി ആണ്, അടിപൊളിയാണ്. നല്ല നമ്മളെ കാണുമ്പോൾ ചിരിക്കും. വെള്ളം വേണമെന്ന് വയ്ക്കും. നമുക്ക് കുടിച്ചു നോക്കാം. അങ്ങോട്ട് വാങ്ങി വേറൊരു പയ്യാണ്. नाम क्या है भैया? रेशम 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 बाबा का सरपंच साहब सरपंच सर. ഇതൊക്കെ അടിപൊളിയാണ്. നല്ലൊരു ആംബിയൻസ് ആണ്. ബാക്ക് വശം നമ്മളങ്ങനെ വെള്ളം കുടിച്ചു. ഞാനൊരു 2 പ്രാവശ്യം കുടിച്ചേട്ടാ. എനിക്ക് വന്നപ്പോൾ തന്നെ ഭയങ്കര ദാഹം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫസ്റ്റ് ഒന്നും കേട്ടോ കുടിക്കണേ. നമ്മുടെ നാട്ടിൽ കിട്ടില്ല, ഷുവറാണ്. നമുക്കത് കാണുമ്പോൾ ലൈനായിട്ട് തോന്നും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലൈമില്ലേ, അത് സോഡ ലൈം, അതാണ് തോന്നും. പക്ഷെ അതല്ല, ഇത് വേറെ എന്തോ ഒരു വെള്ളമാണത്. വേറെ മിക്സാണ്. നമുക്കറിയാം. ഓക്കെ, അതുകൊള്ളാട്ടത്. പോത്തിനെ കുളിപ്പിക്കാൻ കൊണ്ടിരുന്ന സ്ഥലമൊന്നും വൈകുന്നേരം ഇവിടെയൊക്കെ കമ്പനി അടിച്ചിരിക്കുക. എന്ത് മൂടാടിക്കുന്നത് ആ തറയിൽ. നല്ല തണുപ്പായിരിക്കും ആ തറക്ക്. നമ്മളങ്ങനെ വിദ്യാലയത്തിൽ നിന്ന് ഹൈവേയിലേക്ക് വന്ന് ഇതും ചാടിയൊക്കെയാണ്. ഹൈവേ നാഷണൽ ഹൈവേ അല്ല, ഇത് ഏതോ ഒരു റോഡാണ്. നോക്കാം. ഉച്ചത്തെ ലഞ്ചാണ് കേട്ടോ. കുളിച്ചാന്നാണ് എന്നെ പറയണത്. ഞാൻ കുറച്ച് പീസ് എടുത്ത് കഴിച്ചു നോക്കി. ആദ്യമുള്ള സ്റ്റഫിങ് ഒക്കെ ഉണ്ടോ. ഇത് ബട്ടറും ലോബിഷ് ബട്ടറും, പിന്നെ ഇത് ഒരു പുളി ടേസ്റ്റ്, പുളിവെള്ളം പോലത്തെ ഒരു ഐറ്റം. പിന്നെ ഇത് നമ്മുടെ കടല ചന മസാല. ചനവെള്ളം നല്ല സാധനമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുള്ളിക്ക് നമ്മുടെ വണ്ടിയൊക്കെ ഇഷ്ടപ്പെട്ടു. ഈ ടൈപ്പ് വണ്ടി ഇവിടെ കാണാറില്ല എന്നാണ് പുള്ളി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഫോട്ടോ ഓക്കെ. പുള്ളിക്ക് ഫോട്ടോ എടുത്തെടുക്കണം വണ്ടി.
you. Okay. Bye-bye. Okay, guys. അന്നാ ഒരു കിരീടം ഉണ്ട്, കിരീടം. ഇത് കിരീടമാണ് വന്നത്. ഇവിടുന്നാണ് നമ്മുടെ എൻട്രൻസ്. നമ്മളെത്തി. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ ഉള്ളാത്തത്. ഗായ്സ് നമ്മൾ അങ്ങനെ നമ്മുടെ റൂം ഇതാണ്ട് നമ്മുടെ റൂം. വണ്ടി പുറത്താണ് ഇപ്പോൾ വച്ചേക്കുന്നത്. പക്ഷേ അവർ പറഞ്ഞത് രാത്രി ആയി കഴിയുമ്പോൾ ഈ ഗേറ്റ് ഓപ്പൺ ആക്കി അകത്ത് കയറ്റി വെച്ചെന്നാണ് പറഞ്ഞത്. ഇവിടുന്ന് അമ്പലം കുറച്ചുള്ളൂ കേട്ടോ, ഒരു 500 മീറ്റേഴ്സ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞു ബൈക്ക് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര റഷ് ആയിരിക്കും, അതുകൊണ്ട് നടന്ന് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വണ്ടി എടുത്തില്ല. നമുക്ക് എന്തായാലും നടന്ന് വഴിയോര കാഴ്ചകൾ നമുക്ക് കണ്ട് നടക്കാം. ഗായ്സ് അങ്ങനെ നമ്മൾ ആ ഡയറക്ഷനിൽ നിന്ന് ഇങ്ങനെ വന്നു. ഇതൊരു അമ്പലത്തിൻ്റെ ഒരു കോർണറാണ് കേട്ടോ, റൈറ്റ് സൈഡ് കോർണർ. നമുക്ക് നേരെ വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ആ ഗോപുരം വഴി മെയിൻ എൻട്രൻസിൽ കൂടെ കയറാം. എന്തായാലും ഞാൻ ഈ സൈഡിൽ കൂടെ തന്നെ കയറുകയാണ്. കയറിയപ്പോൾ തന്നെ ഞാൻ ആദ്യം കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇവിടെ വെള്ളം കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമുണ്ട്. കാരണം ഞാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ. ആ സമയത്ത് വെള്ളം നമ്മൾ ബോട്ടിൽ വാട്ടർ ഇങ്ങനെ കൈ കൊണ്ട് കിടക്കണം. ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഒരു എല്ലാ അമ്പലത്തിനും ചിലപ്പോൾ എല്ലാ കോർണറിലും ഉണ്ടാവട്ടെ ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത്. പബ്ലിക്കിനും കൊടുക്കാം, പബ്ലിക്കിനും കുടിക്കാം, അതുപോലെ നമുക്ക് അമ്പലത്തിൽ വരുന്നവർക്കും കുടിക്കാം. നമുക്ക് അത് വലിയൊരു കാര്യമാണ്. അങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു എൻട്രൻസ് ആണ്. ഇവിടുത്തെ ഒരു കാര്യം പിന്നെ എനിക്ക് എടുത്ത് പറയാൻ തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചെരുപ്പ് നമ്മൾ പുറത്തേൽപ്പിക്കാൻ നേരത്ത് പൈസ കൊടുക്കണ്ട. നമ്മുടെ നാട്ടിൽ ഏത് അമ്പലത്തിൽ കയറി കഴിഞ്ഞാലും അവിടെ പൈസ കൊടുത്ത് ചെരുപ്പ് വെക്കണം. അതായത് ഇവിടെയുള്ള ആൾക്കാർ അമ്പലം വെച്ചിട്ട് ബിസിനസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ്. എനിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു തണുപ്പ് ഫീൽ ചെയ്ത്. ഇതാണ് ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോഴുള്ള കാഴ്ച. ഇതൊരു സ്ക്വയർ പോലെയാണ് ഇരിക്കുന്നത്. 4 സൈഡുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്, വെള്ളത്തിൻ്റെ സെൻറ്ററിലായിട്ട്. ഗായ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രസാദം കഴിക്കണം. കാരാപ്രസാദം എന്നാണ് ഇതിനെ പറയുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടെയാണ്, നമുക്ക് ഈ പ്രസാദത്തിനൊരു പൈസ ഇല്ല, ഫിക്സഡ് ആയിട്ടുള്ളൊരു പൈസ ഇല്ല. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയാണോ ഉള്ളത് നിങ്ങളത് ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് തരും. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് ഇവിടെ ഒരു ബിസിനസ് ഇല്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ എൻട്രൻസ്. ഇതാണ് ആൾക്കാർ കയറുന്നു ഇറങ്ങുന്നു. നമ്മൾ ആ സൈഡ് കൂടെ കയറിയെന്നുള്ളൂ. പക്ഷേ എനിക്കറിയാൻ പറഞ്ഞു ഇത്രയും വലിയൊരു എൻട്രൻസ് ആണെന്ന്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ടിലോട്ട് ഇതിൻ്റെ വന്നത്. ഗായ്സ് അല്ല, വാളും കത്തിന്ന് കണ്ട് പേടിക്കണ്ട. ഇത് ഇവരുടെ ഒരു ആചാരമാണ്, ഇവർക്കിത് വേണം എന്നുള്ളതാണ്. അതിൻ്റെ അകത്തുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനൊക്കെ ഇപ്പോഴും വാള് ആണ് അവർ പിടിച്ചേക്കണ കേട്ടാ. പോലീസുകാരുണ്ട്, ഞാൻ കാണിച്ചു തരാം കുറച്ച് കളക്ഷൻ. ഞാനിപ്പോൾ ഇങ്ങനെ കടയിൽ കൂടെ നടന്നപ്പോൾ കണ്ടാണ്. തൊട്ട് 1500 അങ്ങനെ റേഞ്ച് മേളിലോട്ട് കയറി പോകട്ടെ. അത് ക്വാളിറ്റിയും പഴക്കം അനുസരിച്ചിട്ടാണെന്നാണ് പുള്ളി പറഞ്ഞത്. കൊള്ളാല്ലേ, വാളൊക്കെ ഇപ്പോഴും സെല്ലിങ്. നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ടൈപ്പ് കാര്യങ്ങളുണ്ടല്ലേ, അത്ഭുതമായിട്ട്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ സംഭവിക്കും എനിക്ക് തോന്നല്ല.
അത് പാപ്പട്, ഇത് വടി, അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. ഇത് വെച്ച് സബ്ജി കറി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഞാൻ അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന വഴി കണ്ടാണ്ട, അങ്ങോട്ട് പോയപ്പോ കണ്ടുണ്ടായി. അപ്പൊ കണ്ടപ്പോ തന്നെ അട്രാക്ഷൻ.